ഹോസ്ദുർഗ് ജില്ലാ ജയിലിൽ നിന്നും മൊബൈൽ ഫോൺ പിടികൂടി. മലിനജലം ഒഴുക്കിവിടുന്ന ദ്വാരത്തിന് സമീപം ഒളിപ്പിച്ച നിലയിലായിരുന്നു മൊബൈൽ ഫോൺ. പ്രദീപ് നാരായണനുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. പ്രദീപ്, വിശദാംശങ്ങൾ. അമൽ, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ജയിൽ അധികൃതർ നടത്തിയ പരിശോധനയിൽ ഇങ്ങനെ ഒരു മൊബൈൽ ഫോൺ പിടികൂടുന്നത്. അതായത് മലിനജലം ഒഴുക്കിവിടുന്ന ദ്വാരത്തിന് സമീപം ഒളിച്ച നിലയിലായിരുന്നു ഈ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നത്. സിം കാർഡ് ഒന്നും ഇല്ലാത്തൊരു മൊബൈൽ ഫോണായിരുന്നു. ഒരു സാധാരണ ഒരു ഹാൻഡ്സെറ്റാണ് എന്നാണ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. ഹോസ്ദുർഗ് പോലീസ് ഇത് സംബന്ധിച്ച ജയിൽ സൂപ്രണ്ടിൻ്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ജയിലിൽ എല്ലാ ദിവസവും എല്ലാ സെല്ലിലും ഉൾപ്പെടെ പരിശോധന നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു റൊട്ടീൻ പരിശോധനയായിരുന്നു ഇന്നലെയും നടത്തിയത്. അപ്പോഴാണ് സെല്ലിന് പുറത്ത് മലിനജലം ഒഴുക്കിവിടുന്ന സ്ഥലത്തൊരു ദ്വാരത്തിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ ഇങ്ങനെ മൊബൈൽ ഫോൺ ലഭിച്ചത്. നേരത്തെ തന്നെ കാസർഗോഡ് ജില്ലാ ജയിലിൽ ഇങ്ങനെ ഒരു സംഭവം അപൂർവമാണ്. മറ്റു ജയിലിലൊക്കെയും സാധാരണഗതിയിൽ ഇങ്ങനെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കാസർഗോഡ് ജില്ലാ ജയിലിൽ അപൂർവമായിട്ടാണ് ഇങ്ങനെ മൊബൈൽ ഫോൺ ലഭിച്ചത്. ഇത് ആരാണിത് എത്തിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഹോസ്ദുർഗ് പോലീസ് ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമൽ, പ്രദീപ് നാരായണനാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.